കുഞ്ഞുങ്ങളോട് വലിയവരാകണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന വലിയവരായ നമ്മോട് കർത്താവ് എന്ന് പറയുകയാണ്, നിങ്ങൾ ആരെപ്പോലെ ആകണം? ആരെപ്പോലെ ആകണം? ശിശുക്കളെ പോലെ, കുഞ്ഞുങ്ങളെ പോലെ ആകണമെന്ന്. ഭയങ്കര ഒരു കോൺട്രാസ്റ്റാണ് അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വളർന്ന് വലുതായി ഒരു നിലയിലെത്തണം, വലിയവരാകണമെന്നൊക്കെയാണ് മാതാപിതാക്കന്മാരായ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് വലിയവരായ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ, ശിശുക്കളെ പോലെ ആകണം എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടായിരിക്കാം ദൈവം ഇപ്രകാരം നമ്മോട് പറയും നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം എന്ന് പറയുമ്പോൾ? അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത. ഒന്നാമത്തെ പ്രത്യേകത എന്താ? കുഞ്ഞുങ്ങൾ എന്തിനും ഏതിനും മുതിർന്നവരെ ആശ്രയിക്കുന്നവർ. അവരെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു കുഞ്ഞിനും വളർച്ചയുള്ളൂ, ഉയർച്ചയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധ്വാന മേഖലകളിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വല്ലാതെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കലേക്ക് വാ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കണം. ആരെ പോലെ? ഒരു കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ അപ്പനെ അമ്മയെ എത്രത്തോളം ആശ്രയിച്ചു വളരുന്നുവോ അപ്രകാരം മുതിർന്നവരായ അധ്വാനിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ തൊഴിലിടങ്ങളിലും ജീവിത മേഖലയിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പിന്നെ ആര് നോക്കിക്കൊള്ളും? ദാ അവൻ നോക്കിക്കൊള്ളും. 45 ദിവസങ്ങൾ കൊണ്ട് സിമിത്തേരി ചാപ്പലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിൽ അതിനൊരൊറ്റ കാര്യമുള്ളൂ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. പലരും പറഞ്ഞു ഡേറ്റ് മാറ്റി പിടിക്കണം, അത് തീരില്ല എന്നൊക്കെ പലരും കൂടെ കൂടെ ചെവിട്ടോർമ്മ പോലെ പറഞ്ഞെങ്കിലും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിയോഗം വെച്ച് ഈശോയിൽ ആശ്രയിച്ച് നീ നിന്റെ പ്രവർത്തനങ്ങളെ വിട്ടുകൊടുത്താൽ പിന്നെ നിന്റെ കാര്യം ആര് നോക്കിക്കൊള്ളും? നിന്റെ അപ്പൻ നിന്നെ നോക്കിക്കൊള്ളൂ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞെപ്രകാരമാണ് മാതാപിതാക്കന്മാരിൽ ആശ്രയിക്കുന്നത്, അതുപോലെ നീ നിന്റെ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. ഒരു കുഞ്ഞ് ആശ്രയിക്കുമ്പോൾ അപ്പൻ ചോദിക്കുന്നതൊക്കെ കൊടുക്കണമെന്നില്ല. പക്ഷെ നന്മയായിട്ടുള്ളതും നല്ലതായിട്ടുള്ളതുമാണ് മക്കൾ ആവശ്യപ്പെടുന്നതെങ്കിൽ മാതാപിതാക്കന്മാർ നൽകുന്നത് പോലെ നീ ചോദിക്കുന്ന കാര്യം അടിസ്ഥാനപരമായ നന്മയാണെങ്കിൽ നിന്റെ ദൈവം നിനക്കത് സാധിച്ച് തന്നിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വലിയ പ്രത്യേകത കുഞ്ഞുങ്ങളുടേത്, അവർക്ക് നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങളില്ല, വഴക്കുകളില്ല എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ തല്ലുപിടിക്കും, പക്ഷേ അതിനേക്കാളും വേഗത്തിൽ അവർ കൂട്ടുകാരായിട്ട് മാറും എന്നുള്ളതും നമ്മൾ കാണുന്ന കാഴ്ച തന്നെയാണ്. നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലത്തിൻ്റെ അനുഭവം അത് തന്നെയല്ലേ? ഇത്തിരി പോകുന്ന കാര്യത്തിൻ്റെ പേരിൽ തല്ല് പിടിക്കും, പക്ഷെ തല്ല് പിടിച്ച് അടുത്ത ക്ഷണത്തിൽ തോളത്ത് കൈയിട്ട് അവർ പാട്ടും പാടി നടക്കുകയും ചെയ്യും. പക്ഷേ മുതിർന്നവരായ നമ്മുടെ പ്രശ്നം എന്താ? തല്ല് പിടിക്കാൻ കാരണം പോലും വേണ്ട, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്നുള്ളത് പോലും തല്ലുപിടത്തിൻ്റെ കാരണമായിട്ട് ഇന്ന് മാറുന്നുണ്ട്. സ്വത്ത് വീതം വയ്ക്കുമ്പോൾ ഒന്നുകൂടെ ഒന്നും കൊണ്ടുപോകില്ല, എന്നിട്ടും ഇത്തിരി മണ്ണിന് വേണ്ടി, സ്വത്തിന് വേണ്ടി എത്ര വർഷങ്ങളായി നിങ്ങളിൽ പലരും ഈ കൂട്ടുകാരെ പോലെ കാണേണ്ട നിങ്ങളുടെ സഹോദരന്മാരോട് കൂടപ്പിറപ്പുകളോട് അകന്നിരിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെയൊക്കെ പിണക്കങ്ങൾ വല്ലാതെ നീണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന കാര്യം. നമുക്കൊരാളോട് പിണക്കമാണ്, വഴക്കാണ്, ദേഷ്യമാണ് എന്നതിൻ്റെ പേരിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമുക്കാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വസ്ഥത, നമ്മുടെ ഉറക്കം. ആ വ്യക്തിയെ ഒന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ദേഷ്യം, ഇതൊക്കെ കൊണ്ട് തളരുന്നതും തകർന്നു പോകുന്നത് ആരാ? നമ്മൾ തന്നെയാ. നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ദുരന്തങ്ങൾ എന്നറിയുക. കുട്ടികളിൽ നിന്നും കണ്ടുപഠിക്കേണ്ട രണ്ടാമത്തെ മഹനീയമായ പാഠം, അവർക്ക് നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങളില്ല. രമ്യതയുടെ സുവിശേഷമായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ട് വചനം വഴക്കിടാം, എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വഴക്ക് തീർത്തിരിക്കണം എന്ന് വെച്ചാൽ വഴക്കോടുകൂടി ദേഷ്യത്തോടുകൂടി നീ കിടന്നുറങ്ങാൻ പോയാൽ നേരം വെളുക്കുമ്പോൾ അത് വളർന്നിരിക്കും എന്നുള്ളത് കൊണ്ട്
അതാത് ദിവസത്തിൻ്റെ പ്രശ്നങ്ങൾ രമ്യതപ്പെട്ടിട്ട് വേണം നീ കിടന്നുറങ്ങാൻ. നാളെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമോ എന്നൊരു കാര്യം നമുക്കാർക്കും ഉറപ്പില്ല. അങ്ങനെയുള്ള ഈ ലോകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തിനാ വല്ലാതെ അങ്ങ് വഴക്കടിച്ച് ജീവിതം പാഴാക്കി കളയുന്നത്? കുഞ്ഞുങ്ങളിൽ നിന്നും ഈ പാഠം പഠിക്കുക. മറ്റൊരു ഒത്തിരി കാര്യങ്ങളുണ്ട്. മറ്റൊരു പ്രത്യേകത കുഞ്ഞുങ്ങളുടേത്, അവർ അനുഭവത്തിൽ നിന്നും പെട്ടെന്ന് പാഠം പഠിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ്. മുതിർന്നവരായ നമുക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല, എത്ര കൊണ്ടാലും പഠിക്കുകയുമില്ല. പക്ഷെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത വളരെ വേഗത്തിൽ അവർ കാര്യങ്ങൾ പഠിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തിരി കത്തിച്ച് നിലത്ത് നമ്മൾ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആകർഷത കണ്ട് ഈ നിരങ്ങുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ആ തീയുടെ അടുത്ത് വരും, എന്നിട്ട് ഒന്ന് തൊട്ടു നോക്കും. പിന്നെ അതോടുകൂടെ ഒരു കരച്ചില. പിന്നെ എത്ര തിരി കത്തിച്ച് വെച്ചാലും ആ പരിസരത്തേക്ക് ഈ കൊച്ച് ചെല്ലില്ല. കാരണം ആ കൊച്ച്, ഇത്തിരി പോകുന്ന കൊച്ച് അനുഭവത്തിൽ നിന്നും പഠിച്ച്, അത് തീയാണെന്ന് അറിയില്ല എങ്കിലും കാണാൻ കൊള്ളാവുന്ന സാധനമാണെങ്കിലും തൊട്ടാൽ പൊള്ളുമെന്ന് ഈ കുഞ്ഞ് അനുഭവത്തിൽ നിന്നും പഠിച്ച്. നമ്മൾ മുതിർന്നവരാ, ഒത്തിരി കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന് അനുഭവമായി മാറുന്നു. പക്ഷേ അനുഭവങ്ങളിൽ നിന്നും നാം ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുക, അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാൻ പറ്റുക. മറ്റൊരു പ്രത്യേകത, കുഞ്ഞുങ്ങളുടെ മുഖത്ത് വിരിയുന്ന നിഷ്കളങ്കതയുടെ പര്യായമായ പുഞ്ചിരിയ. ചെറുപ്പകാലത്ത് നമ്മുടെ മുഖത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്തായിരുന്നു? മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയ. ഇന്ന് വളർന്ന് വലുതായപ്പോൾ നഷ്ടപ്പെട്ടു പോയത് എന്താ? ഈ പറയുന്ന മുഖത്തിൻ്റെ ആകർഷകതയായ പുഞ്ചിരിയും നിഷ്കളങ്കതയും തന്നെയാണ് എന്നുള്ളതും യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തിരിച്ചു നടത്തിനായിട്ട് പരിശ്രമിക്കാം. എങ്ങോട്ടാ? കുഞ്ഞുങ്ങളുടെ ഭാവത്തിലേക്ക് നമുക്കൊന്നുകൂടെ തിരിച്ചു നടക്കാം. കൈവിട്ടുപോയ നന്മകളും പുഞ്ചിരിയും സുഹൃതങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ ഒരു വട്ടം കൂടി നമുക്ക് പഴയ കുഞ്ഞുങ്ങളായിട്ടൊന്ന് മാറിയാലോ? തീർച്ചയായും അപ്പോൾ സ്വർഗത്തിൻ്റെ വെളിപാടുകൾ കിട്ടുന്ന മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും മാറും.